ഗസയിൽ വെടിനിർത്തൽ വന്നിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു. അതിനിടയിൽ തന്നെ ട്രംപ് പറയുന്ന 21-ന് ഗാസ പ്രോജക്റ്റിന് അവിടെ അംഗീകാരവും നൽകിയിരിക്കുക. അതായത് നെതന്യാഹു സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നെതന്യാഹു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്ന കാര്യം ഗസ വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷം അവർ ഈ പ്രോജക്റ്റ് അംഗീകരിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു ഗസ വിട്ടുകൊടുക്കേണ്ടി വരും എന്നുള്ളത് തന്നെയല്ലേ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഖത്തർ ആക്രമണം നടത്തിയല്ലോ, അതിൽ ഖേദവും പ്രകടിപ്പിച്ചിട്ടുണ്ട് നെതന്യാഹു. അപ്പോൾ ഇതിനകത്തൊക്കെയുള്ള ഉള്ളുകളികളെ പറ്റിയിട്ടാണ് നമുക്ക് ആലോചിക്കുമ്പോൾ ചിരി വരുന്നത്. കാരണം അവിടുത്തെ ജനങ്ങളെ മൊത്തം അവിടുന്ന് ഓടിച്ചു. അവിടെ ബിൽഡിങ്ങുകളൊന്നുമില്ല. നമുക്ക് പഴയ ഗാസയുടെ ഈ പോർട്ട് റീജിയൻ ഉണ്ട്, അവരുടെ തുറമുഖമൊക്കെ വരുന്ന വിശാലമായ ഗാസയുടെ വിശാലമായ ആ പ്രദേശം, വിശാലമായ ഗാസ അല്ല, ഗാസ ഒരു ഇടുങ്ങിയ പ്രദേശമാണ്. ആ പ്രദേശത്തിൻ്റെ ആ തീരദേശത്തെ വീടുകളൊക്കെ നിരന്നിരിക്കുന്ന ഇങ്ങനെ നിറയെ വീടുകളാണ്, കുഞ്ഞു 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 വീടുകൾ. ഈ വീടുകളൊക്കെ ഇരുന്നതിൻ്റെ ഫോട്ടോ ഉണ്ട്. അത് കൂടാതെ ഇപ്പോഴത്തെ ഫോട്ടോയും ഉണ്ട്, ആകാശ ദൃശ്യമാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു വീടുകൾ പോലും ബാക്കിയില്ല, ഒന്നുപോലും ബാക്കിയില്ല എന്നുള്ളത്. അതായത് ഗാസ എന്ന് പറയുന്നത് ആകപ്പാടെ 3-4 കിലോമീറ്ററിൻ്റെ ഒരു സ്ട്രെച്ചേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. വളരെ ഇടുങ്ങിയ പ്രദേശമാണ്. അതിൽ കൂടെ 4 യുദ്ധവിമാനങ്ങൾ പറക്കാനുള്ള ദൂരമേ ഉള്ളൂ. 4 യുദ്ധവിമാനങ്ങൾക്ക് പറക്കാനേ കഴിയുള്ളൂ. അപ്പോൾ ഇത് പറക്കുന്നതിനിടയ്ക്ക് ഇത്തരം യുദ്ധവിമാനങ്ങൾ പറന്നു പോകുമ്പോൾ വർഷിക്കുന്ന ബോംബുകളാണ് ഗാസയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. ഇതെല്ലാം കൂടാതെ ഈ പറയുന്ന യുദ്ധവിമാനങ്ങൾ വർഷിച്ച ബോംബുകൾക്ക് പിന്നാലെ കരയുദ്ധം കൊണ്ട് തകരാത്തവയെല്ലാം ടാങ്കുകൾ കൊണ്ട് വെടിവെച്ച് തകർക്കുകയാണ് ഇസ്രയേൽ ചെയ്തത് എന്നുള്ളതാണ്. ഇനി എന്താണ് വെടിനിർത്തൽ? അപ്പോൾ ഇത്രയൊക്കെ നടന്നു കഴിഞ്ഞിട്ട് ഇനി എന്താണ് വെടിനിർത്തലിന് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവശേഷിച്ച ജനങ്ങളുണ്ടല്ലോ അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന, ഈ പറയുന്ന ഗുരുതരമായ ആക്രമണത്തെ നേരിട്ട ആ ജനങ്ങളെ കൊല്ലാതെ വിടുന്നതിനെ വെടിനിർത്തൽ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ കഴിയും. അപ്പോൾ ഹമാസ് ഇനി അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹമാസ് ഇല്ല. ഹമാസിനെ പൂർണ്ണമായിട്ടും ഗാസ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഇല്ലാതാക്കിയിരിക്കുന്നു, അത് ബാക്കിയില്ല എന്നുള്ളതാണ്. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിൻ്റെ പദ്ധതിയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് നെതന്യാഹു പറയുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ട്രംപിൻ്റെ പദ്ധതിയെ പിന്തുണയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത്ര നിസ്സാരമായിട്ട് നമുക്ക് പറയാൻ കഴിയും. ട്രംപ് ഈ യുദ്ധം ഇല്ലാതാക്കി, യുദ്ധം അവസാനിപ്പിച്ചു എന്നൊരു പേര് വരുത്താൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ്? എല്ലാം ചെയ്തു കഴിഞ്ഞു, ഇസ്രായേലിനെ ചെയ്യാവുന്നുള്ളതിൻ്റെ പരമാവധി ചെയ്തു കഴിഞ്ഞു. അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം പറയുകയാണ് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നുവെന്ന്. അതും ട്രംപിൻ്റെ ഐഡിയയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു നൊബേൽ സമ്മാനം സമാധാനത്തിൻ്റെ നേരത്തെ പറഞ്ഞൊപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങൾ നിരത്തുകയാണ്. പല യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ പറഞ്ഞ് ഞങ്ങളുടെ യുദ്ധമൊന്നും അവസാനിപ്പിച്ചത് നിങ്ങളൊന്നുമല്ല, അത് പാകിസ്ഥാൻ വന്ന് കാല് പിടിച്ചപ്പോൾ ഞങ്ങൾ പോട്ടെ പാവം ഇനി അടിക്കണ്ട എന്ന് വിചാരിച്ചതാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ ഇസ്രയേലിൻ്റെ ഗൂഢപദ്ധതികളെ പറ്റിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രയേൽ ഈ യുദ്ധം തുടങ്ങിയത് എന്തിനാണ്? അതായത് ഇവർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൻ്റെ തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ യുദ്ധം, ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടി തുടങ്ങിയ യുദ്ധം അവിടുത്തെ ആലംബഹീനരായ സാധാരണ മനുഷ്യരെ മുഴുവൻ ഓടിക്കുന്നതിലേക്ക് കൊണ്ട് കലാശിച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റപ്പെടുത്തലുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ നേരം കാണുകയുള്ളൂ. അത് ഒരുപാടുണ്ട് താനും. പക്ഷേ ഇതിപ്പോൾ ഏകപക്ഷീയമായിട്ട് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ ഇവിടെ മറ്റൊരു കാര്യം, ഹമാസിൻ്റെ അവശേഷിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ഇവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഇവർ ചെയ്യാൻ പോകുന്നത് ജോലി പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ജോലി പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഫിനിഷ് ദ ജോബ്, ഇവരുടെ ആപ്തവാക്യമാണത്. അത് പ്രഖ്യാപിക്കാൻ ചെയ്തല്ലോ. അതെ, അത് പൂർത്തിയാക്കും എന്നുള്ളതാണ്. ഇപ്പോൾ വെടിനിർത്തലിലേക്കാണല്ലോ നിൽക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി പൂർത്തിയാക്കിയിട്ടില്ല, ഞങ്ങളുടെ പദ്ധതികളുണ്ട്, അത് ഭാവിയിൽ പിന്നെ വരികയുള്ളൂ, പക്ഷേ ഞങ്ങൾ ഫിനിഷ് ദ ജോബിലേക്ക് കടക്കും എന്നുള്ളതാണ് നെതന്യാഹു ഈ പറയുന്നതിൻ്റെ സൂചന എന്നുള്ളത്. അതായത് ഇസ്രയേലിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിജയം കൈവരിക്കാനും ഗാസയെ വൈപ്പ് ഔട്ട് ചെയ്ത് കടലിലെറിയാനും അവിടെ മൊത്തം ജൂത സെറ്റിൽമെൻറ്റുകൾ കൊണ്ടുവരികയാണ്. പിടിച്ചെടുത്ത ഗാസ മുഴുവൻ അധികം വൈകാതെ ജൂത സെറ്റിൽമെൻറ്റുകളായിട്ട് മാറും. അതായത് ഈ പറയുന്ന പൊളിഞ്ഞ കെട്ടിടങ്ങളെ തൂത്തുവാരി എടുത്തുകൊണ്ട് പോകാനുള്ള JCB അതുപോലുള്ള ഈ വലിയ മെഷീനുകളൊക്കെ ഉണ്ടല്ലോ, ആ മെഷീനുകളും കൊണ്ടുപോകാനുള്ള ട്രക്കുകളും എല്ലാം ഗാസയിലേക്ക് ഇന്നോ നാളെയോ തന്നെ എത്തിത്തുടങ്ങും. ഈ ബിൽഡിംഗ് ഉണ്ടായിരുന്നല്ലോ, പൊളിഞ്ഞ ബിൽഡിംഗ്, ഇതെല്ലാം വാരി കോരി എടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് ബാക്കി അവിടെ പുതിയ കൺസ്ട്രക്ഷൻ തുടങ്ങും. അധികം വൈകാതെ ഗാസയുടെ പുനർനിർമ്മാണം നെതന്യാഹുവിൻ്റെ ഏറ്റവും വലിയ പരിപാടിയാണ്. കാരണം എന്താണ്? പിന്നെ ഹമാസിന് അവിടെ വലിയ ഇതൊന്നും ഉണ്ടാവില്ല. അവിടെ എന്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നെങ്കിലും അത് ഹമാസിൻ്റെ കയ്യിൽ കൂടി ആകുമ്പോഴാണല്ലോ ഈ തുരങ്കങ്ങളും ഇതുമെല്ലാം വരുന്നതും അതിൻ്റെ പ്രശ്നങ്ങളുമില്ല. ഇതങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടത്താനും അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടുത്തെ നവീകരണവും അവിടെ ഗാസയെ പുനഃസൃഷ്ടിക്കലും എല്ലാം ഇസ്രയേൽ അങ്ങ് ഏറ്റെടുത്ത് നടപ്പിലാക്കുമ്പോൾ
പൂർണ്ണമായിട്ടും അവിടെ ഇസ്രയേലിൻ്റെ കയ്യിൽ മാത്രം, ഇസ്രയേലിൻ്റെ പദ്ധതി മാത്രം നടപ്പിലാക്കുന്ന ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. ഇവിടെ അടുത്ത കാര്യം, എന്തുകൊണ്ടാണ് ഖത്തറുമായിട്ടുള്ള പ്രശ്നം ക്ഷമാപണം ചോദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ട്രംപ് പറഞ്ഞിട്ടാണ്. അതായത് അവിടെ ഒരു സംഘർഷ സാധ്യത ഇനി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണ സമാധാനത്തിൻ്റെ വക്താവായിട്ട് ട്രംപിനെ മുന്നിൽ കൊണ്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ശ്രമം. രണ്ടാമത്, അറബ് രാജ്യങ്ങളെല്ലാം കൂടി ഒരു അറബ് നാറ്റോ രൂപീകരിക്കാനുള്ള ശ്രമത്തിലേക്ക് പോകുന്നു, ഒരു സൈനിക സഖ്യം ഉണ്ടാക്കാൻ പോകുന്നു. അത് ഇസ്രായേലിന് വെല്ലുവിളിയൊന്നും അല്ല, എങ്കിലും അങ്ങനെ ഒരു സഖ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭാവിയിൽ വളർച്ചയിലേക്ക് പോകും. അങ്ങനെ വളർച്ചയിലേക്ക് പോയാൽ അത് ഇസ്രായേലിന് പിന്നെ ഭീഷണിയാകും. അങ്ങനെ ഒരെണ്ണം തുടങ്ങാതിരിക്കാൻ വേണ്ടി, അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് ഇസ്രായേൽ എന്ന് വരുത്താൻ വേണ്ടി, ഇനി ഇസ്രായേൽ എവിടെയെങ്കിലും ആക്രമിക്കുന്നെങ്കിൽ അത് അമേരിക്ക നിയന്ത്രിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ക്ഷമാപണം എന്നുള്ളത്. ഇവിടെ അടുത്ത് ഈ പറയുന്ന 2 രാജ്യങ്ങളുടെ ഇടപെടലുണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്കുള്ളിൽ. ഒന്ന് ഇസ്രായേലുമായിട്ട് സംസാരിച്ച സൗദി അറേബ്യയാണ്, 2 UAE ആണ്. 2 പേരും ഇസ്രായേലുമായിട്ട് ഒരു സമവായത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഇനിയുള്ള യുദ്ധശ്രമങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകില്ല, ഇല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകില്ല, ഈ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് തങ്ങൾ കാരണമാണെന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇനി അതിലേക്ക് കൂടുതൽ കടക്കില്ല എന്നുള്ളത് ഈ പറയുന്ന സൗദിയും UAEയുടെയും സംഘങ്ങളോട് 2 സമയത്താണ് 2 പേരും ഇസ്രായേലും മന്ത്രിമാരുമായിട്ട് സംസാരിച്ചു. അവർക്ക് ഈ ഇസ്രായേൽ വാക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ ഇനി സംഘർഷത്തിലേക്ക് പോലും, ഇനി ഗാസയുടെ പുനർനിർമ്മാണമാണ്, അവിടെ നിന്ന് ഓടിപ്പോയ ആൾക്കാരെ പരമാവധി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ്. എന്തായാലും ആ ശ്രമത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ എത്രത്തോളം അത് പ്രായോഗികമാകുമെന്നറിയില്ല. അവിടുത്തെ ജനങ്ങളിൽ ഒരുപാട് പേർ, ഏതാണ്ട് 70,000-ലേറെ പേർ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്ത ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കിലാണ്. ഈ പറയുന്ന സൗദി അറേബ്യ ഇസ്രായേലിനോട് പറഞ്ഞ ഒരു കാര്യത്തിൽ, ഈ പറയുന്ന ഗാസയുടെ കാര്യം സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെസ്റ്റ് ബാങ്കിൽ ആക്രമണം നടത്തരുത് എന്നാണ്. വെസ്റ്റ് ബാങ്കിൽ നിങ്ങൾ ആക്രമണം നടത്തരുത്, അതും ഇസ്രായേലോട് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഇസ്രായേൽ ഈ പറയുന്ന സൗദിയെ കൊണ്ട് പറയിച്ചത് ആക്രമണം നടത്തരുത് എന്ന്? ആക്രമണത്തിന് തയ്യാറാകുന്നു ഇസ്രായേൽ എന്നൊരു സൂചന മുമ്പേ കൊടുത്തിരുന്നു വെസ്റ്റ് ബാങ്കിൽ. പക്ഷേ ആക്രമണമല്ല ലക്ഷ്യം അവരുടെ. ആക്രമിക്കരുത് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇല്ല, ഞങ്ങൾ ആക്രമിക്കില്ല, നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. പക്ഷേ അവിടെ മറ്റൊരു കാര്യം ചെയ്യും, അവിടെ സെറ്റിൽമെൻറ്റുകൾ കൊണ്ടുവരും. അവിടെ പുതിയ സെറ്റിൽമെൻറ്റുകൾ 30,000-ലേറെ ആൾക്കാരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന പുതിയ സെറ്റിൽമെൻറ്റ് കൂടി വെസ്റ്റ് ബാങ്കിലേക്ക് വരുന്നു. വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായിട്ടും ഇസ്രായേലിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങും എന്നുള്ളതാണ് ഈ പറയുന്ന കാര്യം. ഇപ്പോൾ ജെറുസലേം മേഖലയിൽ തിങ്ങിപ്പാർക്കുന്ന ഈ പറയുന്ന ജൂത വിഭാഗങ്ങളിൽ ഏറിയ പങ്കിനെയും പലവിധ പ്രദേശങ്ങളിലേക്കായിട്ട് വിന്യസിക്കാൻ, അതായത് പുനർവിന്യസിക്കാനും അവരെ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ച് താമസിപ്പിക്കണമല്ലോ, അങ്ങനെ താമസിപ്പിക്കാനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജൂതരെ വീണ്ടും കൊണ്ടുവന്ന് ഈ പറയുന്ന സെറ്റിൽമെൻറ്റുകൾ നിർമ്മിച്ച് അവിടെ താമസിപ്പിക്കാനുമായിട്ടുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഈ പറയുന്ന അമേരിക്കയുടെ ഇടപെടലോടുകൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ വിജയമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലസ്തീൻ്റെ അതോറിറ്റി ഉണ്ടല്ലോ, പലസ്തീൻ അതോറിറ്റി, അവർക്ക് യാതൊരു പങ്കും ഇവിടെ ചെയ്യാനില്ല, അവർക്കൊന്നും ചെയ്യാനില്ല, അവർക്ക് യാതൊരു റോളുമില്ല എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത്. അതായത് ഗാസയുടെ ഏറ്റെടുക്കുന്ന ഇസ്രായേൽ, അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇസ്രായേൽ, എന്ത് വേണം എന്ത് വേണ്ട എന്ന് അന്തിമമായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന ഭരണകൂടം ഇസ്രായേൽ. അപ്പോൾ പലസ്തീൻ അതോറിറ്റിക്കൊന്നും ഒന്നും ചെയ്യാനില്ല ഇവിടെ. ഇവർ തീരുമാനിക്കും, ഇവർ നടപ്പിലാക്കും. അതിനിടയ്ക്ക് ഹമാസിൻ്റെ ആരെങ്കിലും വന്ന് ഒരു റോക്കറ്റെങ്കിലും ഇസ്രായേലിന് നേരെ അയച്ചാൽ അതോടുകൂടി വീണ്ടും യുദ്ധത്തിലേക്ക് പോകും. വീണ്ടും ഈ പറയുന്ന ഗാസയിലുള്ള ബാക്കി ജനങ്ങളെ കൂടി ഉന്മൂലനം ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിരിക്കും ഫിനിഷ് ദ ജോബിലൂടെ നെതന്യാഹു ഉന്നയിക്കുക. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇവർക്ക് അവിടെ പുനർനിർമ്മിക്കണം, അതിനുള്ള വഴി കണ്ടെത്തണം. അതിന് ട്രംപിൻ്റെ വഴി സ്വീകരിക്കുന്നു, ട്രംപിൻ്റെ നിർദ്ദേശം സ്വീകരിക്കുന്നു, ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് യുദ്ധം അവസാനിപ്പിച്ച ആളെന്ന മുഖവും കൊണ്ടുവരുന്നു. ഇത് കൃത്യമായും വ്യക്തമായിട്ടുള്ള അജണ്ടയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അങ്ങനെയെങ്കിലും ഇതിൻ്റെ പേരിലെങ്കിലും ബാക്കിയുള്ള ജനങ്ങൾക്കെങ്കിലും അവിടെ സമാധാനം കിട്ടട്ടെ എന്ന് പ്രത്യാശിക്കുകയും ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.